ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അങ്ങനെ ഒരുപാട് നാളിന് ശേഷം നമുക്ക് മാറിൻ്റെ ഭാഗത്തുനിന്ന് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയ ഒരു മൂവി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. യെസ്, നമ്മളിന്ന് പറയാൻ പോകുന്നത് തണ്ടർ ബോൾസിൻ്റെ റിവ്യൂ ആണ്. തണ്ടർ ബോൾസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എൻ ഗെയിമിന് ശേഷം വന്നിട്ടുള്ള മൂവീസ്, മാറിൽ റിലീസ് ചെയ്തിട്ടുള്ള മൂവീസുകളിൽ കയ്യിൽ എണ്ണാവുന്നത് മാത്രമേ നല്ലതുള്ളൂ. ഷാൻജി, ഡെഡ്പൂൾ ആൻഡ് വൂൾവറിന്, സ്പൈഡർമാൻ നോ വേ ഹോം, പിന്നെ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി വോളിയം 3, ഇങ്ങനെ കുറച്ച് മൂവീസ് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അതിൽ ചേർക്കാൻ പറ്റിയ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് തന്നെയാണ് തണ്ടർ ബോൾസ്. ഇതിൻ്റെ യഥാർത്ഥ ടൈറ്റിൽ തണ്ടർ ബോൾസ് എന്നല്ല, റിയൽ ടൈറ്റിൽ മൂവിയുടെ എൻഡിൽ റിവീൽ ആവുന്നുണ്ട്. ബട്ട് ഇവർ ഒഫീഷ്യലി ഇപ്പം പുറത്തുവിട്ടുകൊണ്ട് നമുക്ക് പറയാം ദ ന്യൂ അവഞ്ചേഴ്സ് എന്നാണ് പുതിയ ടൈറ്റിൽ. എന്തുകൊണ്ടാണ് ഈ ടൈറ്റിലിന് കൊടുത്തിട്ടുള്ളതെന്ന് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. അത് പറഞ്ഞാൽ സ്പോയിലറാവും, ഒരു സ്പോയിലർ വീഡിയോ നമുക്ക് ചെയ്യാം. ഇനി ഈ മൂവിയിലേക്ക് വന്നാൽ മെയിനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു കൃത്യമായിട്ടുള്ളൊരു സ്ക്രീൻ പ്ലേയും വ്യക്തമായ ധാരണയോടെ ചെയ്തിട്ടുള്ള ഒരു മൂവിയും കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ള MC മൂവീസ്, അതായത് എൻ ഗെയിമിന് ശേഷം വന്നിട്ടുള്ള മൂവീസൊക്കെ നോക്കുകയാണെങ്കിൽ എന്തിനോ വേണ്ടിയുള്ള മൂവീസ്, ഇത് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെ പറയുന്ന പോലെ എന്തിനോ വേണ്ടി എടുക്കുന്ന ഒരു മൂവി എന്നൊക്കെ രീതിയിലായിരുന്നു. കാരണം ഇതിനു മുമ്പ് ഇറങ്ങിയ മൂവീസിൻ്റെ ഈവൻസോ ആയിട്ടോ അല്ലെങ്കിൽ വരാൻ പോകുന്ന മൂവീസിലേക്കൊരു ലീഡോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ചുമ്മാ എടുത്തു വെക്കുന്ന ഒരു മൂവി എന്തിനോ വേണ്ടി, അങ്ങനെ ഒരു രീതിയായിരുന്നു. ബട്ട് നമ്മൾ ഫേസ് 3 വരെ കണ്ടുവന്നത് അങ്ങനെ ആയിരുന്നില്ല. ഓരോ മൂവീസും ഒന്നെങ്കിൽ സ്റ്റാൻഡ് അലോൺ ആയിരിക്കും. സ്റ്റാൻഡ് അലോൺ ആയാൽ തന്നെ അടുത്ത് വരാൻ പോകുന്ന മൂവിക്ക് ഒരു ലീഡെങ്കിലും. ഉദാഹരണം പറയുകയാണെങ്കിൽ ആൻറ്റ്മാൻ്റെ എൻഡ് സിവിൽ വാറിലേക്ക് ഒരു ലീഡ് കൊടുത്തു. അതുപോലെ ഒരു എന്താ പറയുക, യൂണിവേഴ്സ് കണക്ട് ചെയ്ത് പോകുന്നൊരു സ്റ്റോറി ടെല്ലിംഗ് ആയിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. അതുപോലൊരു സ്റ്റോറി ടെല്ലിംഗ് ആണ് എൻഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നത്. ഇനി വരാൻ പോകുന്ന മൂവീസിലേക്കും ഇതിനു മുമ്പ് നടന്ന മൂവീസിൻ്റെ ഈവൻസും എല്ലാം തന്നെ ഈ ഒരു മൂവിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ MCUവിൻ്റെ ഒരു കണക്ട് ചെയ്ത് പോകുന്നൊരു മൂവി നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ എടുത്തു പറയേണ്ട അടുത്തൊരു കാര്യം, ഈ ഒരു മൂവിയിൽ ഓരോ ക്യാരക്ടറിനും കൊടുത്ത ഡെപ്താണ്. ഇതിലാകെ നമുക്ക് ഫേസ് 1 തൊട്ട് അറിയാവുന്ന ഒരൊറ്റ ക്യാരക്ടർ എന്ന് പറയുന്നത് ബക്കിയാണ്. ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിനെയും കഴിഞ്ഞ മൂവീസിലൂടെയും സീരീസുകളിലൂടെയൊക്കെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ എലീന എന്ന ക്യാരക്ടറിനെ ബ്ലാക്ക് വീഡിയോയിലൂടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ ഹോക്കായ് സീരീസിലും വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ബ്ലാക്ക് വീഡിയോയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും ആ ഒരു ക്യാരക്ടറിൻ്റെ ഫുൾ ബാക്ക് സ്റ്റോറിയോ ആ ക്യാരക്ടറിനെ അനുഭവിച്ച ട്രോമാസോ ഡെപ്ത് ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഈ ഒരു മൂവിയിൽ ആ ഒരു ക്യാരക്ടറിൻ്റെ ഡെപ്തും ആ ഒരു ട്രോമാസും എല്ലാം തന്നെ കാണിക്കുന്നുണ്ട്. ആ ഒരു ക്യാരക്ടർ നന്നായിട്ട് തന്നെ ഒരു ഡെവലപ്മെൻറ്റും കൊടുക്കുന്നുണ്ട്. ക്യാരക്ടറിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഓരോ ക്യാരക്ടേഴ്സിനെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ എടുത്തു പറയേണ്ടത്, ഈ മൂവിയിലൂടെ MCUവിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്യാരക്ടറാണ് സെൻട്രി. കോമിക്സിലേക്ക് നോക്കുകയാണെങ്കിൽ മാർവലിൻ്റെ ഒരു സൂപ്പർമാൻ എന്ന് നമുക്ക് പറയാൻ പറ്റിയ ക്യാരക്ടറാണ് സെൻട്രിയുടെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ കോമിക്സിൽ നമ്മൾ കണ്ടിട്ടുള്ള ഫുൾ പൊട്ടൻഷ്യലൊന്നും ഈ മൂവിയിൽ ഫുള്ളായിട്ട് അവർ കാണിച്ചിട്ടില്ല. ബട്ട് അത് ഇനി ഫ്യൂച്ചർ വരാൻ പോകുന്ന മൂവീസിൽ കാണിച്ചേക്കാം. ഒരു സെൻട്രി അല്ലെങ്കിൽ റോബർട്ട് റെനോൾഡ്സ് എന്നാണ് ഒരു അൾട്രാ യുഗയുടെ മറ്റൊരു പേര് ഈ ക്യാരക്ടറിൻ്റെ. ഈ റോബർട്ട് റെനോൾഡ്സിൻ്റെ ഉള്ളിൽ തന്നെയുള്ള രണ്ട് ഒരു ഐഡൻറ്റിറ്റീസ് ഉണ്ട്. അതിലൊരു ഐഡൻറ്റിറ്റിയാണ് സെൻട്രി, മറ്റൊരു ഐഡൻറ്റിറ്റിയാണ് വോയിഡ്. അതേക്കുറിച്ചൊക്കെ അധികം പറയുന്നില്ല, അത് സ്പോയിലർ ആവുന്നതുകൊണ്ട് ചുരുക്കി പറയാം. ആ ഒരു ഇത് വെച്ച് പുള്ളിയുടെ ഒരു ഉള്ളിലുണ്ടാകുന്ന ഒരു ട്രോമാസും ഇഷ്യൂസ് എല്ലാമാണ് മൂവിയുടെ മറ്റൊരു തീമായിട്ട് പോകുന്നത്. അതെല്ലാം തന്നെ നൈസായിട്ട് തന്നെ എടുത്തു വെക്കാൻ, മേക്ക് ചെയ്ത് കാണിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ പറയുകയാണെങ്കിൽ നല്ല മികച്ച രീതിയിലുള്ളതാണ് ഓരോ ഫൈറ്റ് സീക്വൻസും. നമ്മൾ ട്രെയിലർ കണ്ട ഒരു ഫൈറ്റ് സീക്വൻസ് മാത്രമല്ല, അതുപോലെ നല്ലൊരു എന്താ പറയുക, വെൽ എക്സിക്യൂട്ടഡ് ആയിട്ടുള്ള കുറേ ആക്ഷൻ സീക്വൻസ് നമുക്ക് മൂവി കാണാൻ സാധിക്കും. പിന്നെ നല്ല രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം തന്നെ നന്നായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് ആണുള്ളത്. ഒരു മിഡ് ക്രെഡിറ്റും പിന്നെ ഒരു എൻഡ് ക്രെഡിറ്റും. ഈ ഒരു മിഡ് ക്രെഡിറ്റ് ഒരു ജോക്ക് എന്ന രീതിയിലുള്ള ഒരു സാധനവും, പിന്നെ എൻഡ് ക്രെഡിറ്റ് ആണ് കാണേണ്ടത്. അത് നമ്മൾ പറയുന്നില്ല, അത് വേണമെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ നമുക്ക് ചെയ്യാം. എൻഡ് ക്രെഡിറ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് അത് വരാൻ പോകുന്ന മൂവീസിലേക്ക് ലീഡ് നൽകിയിട്ടാണ് അവസാനിക്കുന്നത്. അതൊരു ഒരു നല്ലൊരു സാധനമാണ്. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. അത് സ്പോയിലർ ആവുന്ന മുമ്പ് പരമാവധി നിങ്ങളെല്ലാം പോയി കണ്ടാൽ അത്രയും നല്ലതായിരിക്കും. എന്തായാലും തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ ഒരു മികച്ച ഒരു മാർവൽ മൂവി തന്നെയാണ് തണ്ടർ ബോൾസ്, അഥവാ അല്ലെങ്കിൽ ദ ന്യൂ അവഞ്ചേഴ്സ്. ഈ ഒരു മാർവലിൻ്റെ ഭാഗത്തു നിന്ന് ഇനി വരാനുള്ള മൂവി എന്ന് പറയുന്നത് ഫാന്റാസ്റ്റിക് 4 ആണ്. അത് നല്ലൊരു പ്രതീക്ഷ തന്നെയുണ്ട്. അതും ഒരു മികച്ച മൂവി തന്നെ ആയി തീരട്ടെ. എന്തായാലും നിങ്ങൾക്ക് ഈ മൂവി കണ്ടാണെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പം എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിൽ പറയുക. നമ്മളൊരു റീസ്റ്റാർട്ടാണ് കുറേ നാൾക്ക് ശേഷം. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക മറക്കണ്ട. അപ്പോൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് സ്പോയിലറായിട്ടൊരു വീഡിയോ വേണമെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ അപ്പോൾ ഗൈസ് ബൈ.